ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ പറയുന്നതിന് മുമ്പില്ലേ, ഇന്നില്ലേ ഇപ്പൊ എല്ലാവർക്കും നല്ല മഴയായിരിക്കും കേട്ടോ. അപ്പൊ പിള്ളേരെ ഒന്നും പുറത്തൊന്നും ഇറക്കി വിടാതെ മര്യാദക്ക് വീട്ടിലിരിക്കാൻ പറയണം കേട്ടോ. ഇതൊന്നും കേട്ടില്ലെങ്കിൽ നല്ല കുഞ്ഞൊരു പിച്ചൊക്കെ കൊടുത്ത് പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതൊക്കെ സോൾവ് ചെയ്യണം കേട്ടോ. മഴയാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ബോട്ടൊക്കെ ഉണ്ടാക്കി ചുമ്മാ മുറ്റത്തിറങ്ങിയിരുന്ന് കളിക്കാൻ. അപ്പൊ നല്ല പുതപ്പ്, നല്ല ബെഡ്ഷീറ്റ്, ഇതൊക്കെ നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളെല്ലാം നല്ല സൂക്ഷിച്ച് എല്ലാം നടക്കണം. വഴിയിലൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല ഓട്ടയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെള്ളമുണ്ട്, വെള്ളമാണല്ലോ എന്നൊക്കെ ചവിട്ടുമ്പോഴൊക്കെ സൂക്ഷിച്ച് ചവിട്ടണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ ബാക്കിൽ കിടക്കുന്ന കർട്ടനാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ കാണിക്കുന്നതൊക്കെ മിക്കവാറും തന്നെ ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ബെഡ്ഷീറ്റ് മഴയാകുമ്പോൾ വേഗം ഉണങ്ങാൻ നല്ല എളുപ്പമാണ്. തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റും കാണിക്കും കേട്ടോ. ആദ്യമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കർട്ടനാണ്, നല്ല ഇലയുടെ ഡിസൈനുള്ള കർട്ടനാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്ന ഒരു വൈറ്റ് അല്ല, ക്രീമിഷ്, വൈറ്റും അല്ല ക്രീമും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കളറാണ്. ഇതുപോലെ റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത് വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നല്ലൊരു വൈറ്റ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഒക്കെ വള്ളി ഉണ്ടല്ലോ, നമ്മുടെ സാരി സ്കേർട്ടിൻ്റെ ഒക്കെ വള്ളി, അതിട്ടിട്ട് നമ്മളിത് ടൈറ്റ് ആയിട്ട് ഇത് ഇടണം കേട്ടോ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള വള്ളികളൊന്നും ഇടരുത്. സാരിയുടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കളറൊന്നും എടുത്തിട്ടല്ല, വൈറ്റേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ കളർ പിടിക്കുന്നതാണെങ്കിൽ ഇതിലോട്ട് കളർ പിടിക്കും, എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇനിയുള്ളത് ഈ ദിവസങ്ങളിൽ നമുക്ക് പിള്ളേർക്കും നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ ടവൽസാണ്. നമ്മുടെ കുഞ്ഞു പിള്ളേർ ഈ ദിവസങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകും. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നല്ല ടവൽസ് ആണ്, പല പല കളേഴ്സിലും. പിന്നെ വൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ രണ്ട് ബ്ലൂ കാണിച്ച രണ്ട് ബ്ലൂവിലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ടവൽസ് ഉണ്ട്. ഇനി ഞാൻ നല്ല ഒരു പുതപ്പ്, ആ പുതപ്പ് നമുക്ക് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ബെഡ് കവറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാൻ തോന്നും കേട്ടോ. പക്ഷെ നമ്മൾ പകലെല്ലാം ഇപ്പം എപ്പോഴും നമുക്ക് ഉറങ്ങാൻ തോന്നും, കാരണം മഴയാണല്ലോ. അപ്പൊ എല്ലാവരും നല്ല പുതപ്പൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അത് തന്നെയുമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനകത്ത് അലക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത്. ചില സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ അലക്കിയ ചീത്തയാവുമോന്ന് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു പുതപ്പാണ്. ഈ പുതപ്പോ ബെഡ് കവറോ ബെഡ്ഷീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബെഡ് കവർ, ബെഡ് സ്പ്രെഡ് എന്നൊക്കെയാ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനി ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസം മുമ്പ്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊടുമ്പോഴേ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. ഇതിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷീറ്റാട്ടോ. ഇതെല്ലാം വരുന്ന ക്യൂൺ സൈസിൽ പ്രീമിയം ക്വാളിറ്റിയിലാണ്. നല്ല വലിയതും ചെറുതുമായിട്ടുള്ള പൂക്കളുണ്ട്, നല്ല ബഞ്ചായിട്ടുള്ള പൂക്കളുണ്ട്. നല്ല പിങ്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനി വന്നിരിക്കുന്നത് ഈ ഒരു ഷീറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഷീറ്റ് നല്ല ഡാർക്ക് കളറാ. ഇപ്പൊ എല്ലാവർക്കും ഡാർക്ക് കളറും വൈറ്റ് കളേഴ്സ് എല്ലാം, അങ്ങനെ കളറിനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നേ. ഇതൊരു പ്രത്യേക തരം കളറാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒത്തിരി സോഫ്റ്റ് ആണ്. അതായത് പ്യോർ കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇതിനകത്ത് മിക്സ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ. നല്ല പ്യോർ കോട്ടൺ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇനി നല്ല വലിയ പൂക്കള്, എനിക്ക് ഈ വലിയ പൂക്കള് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വലിയ പൂക്കളെ എനിക്ക് ഇഷ്ടമാണ്. ഇതുണ്ട് നല്ല ഉരുണ്ടിരിക്കുന്ന നല്ല വലിയ പൂക്കള്, നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഇതിന് 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്, നമ്മളൊന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല, അതുപോലെ മഴയാണ്. അപ്പം പക്ഷെ നമുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ഡെലിവറി ഒക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട.
വെബ്സൈറ്റിലും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്സ് ആണ്. ഈ ദിവസങ്ങളിലെല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ആണ്. ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്. ഇനി നിങ്ങൾ ഓർക്കും അയ്യോ നമ്മുടെ തിക്കോട്ടൻ തീർന്നു പോയെന്ന്. ഇല്ല കേട്ടോ, തിക്കോട്ടൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരാളെന്നെ എപ്പോഴും കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതും ഒന്ന് മാറ്റി പിടിച്ചതാണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും വരുന്നുണ്ട്. ഇനിയുള്ള അടുത്ത ഷീറ്റ് ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള ഷീറ്റാണ്. ഈ ഷീറ്റിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ ഷീറ്റിന്റെ സെന്റർ പോർഷൻ ഇതുപോലെ നല്ല പടവായിരിക്കും. സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ വരുവേ. ഇത് അറ്റാച്ച്ഡ് അല്ല, ഇത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഇതൊരു ഫുൾ പ്രിന്റ് ബെഡ്ഷീറ്റ് ആണ്. സൈഡിൽ ഇതുപോലെയൊക്കെ വരും. അപ്പൊ എല്ലാവരും നനഞ്ഞ് പണിയൊന്നും പിടിക്കാതെ നല്ല മിടുക്കരായിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ടൊക്കെ ഇരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ മാഗ്നിസ്കേപ്സിന് കട എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വരാൻ നല്ല എളുപ്പമാണ്. നമ്മുടെ വൈറ്റിലേന്നും MG റോഡിലും എറണാകുളത്ത് നമ്മുടെ മെട്രോ പില്ല നമ്പർ 795 ഇടയ്ക്കൂടെയുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. ഈ ചെറുപറമ്പത്ത് റോഡിൽ വരുമ്പോൾ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ മാഗ്നിസ്കേപ്സിന്റെ ബോർഡ് കാണും, വട്ടത്തിലുള്ള ബോർഡ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ബാക്കിൽ ഒരു 10-30 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല സന്തോഷത്തോടെ നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ചിരിക്കാൻ തോന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.